തുറന്നു പറഞ്ഞ വനിതാ നേതാവിനെതിരെ നടപടിയില്ല, തൃശ്ശൂരിൽ നടപടി ഉണ്ടാകുന്നു. അതിപ്പോൾ ദീപ്തി മേരി വർഗീസ് പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ എൻ്റെ ആരോപണം എന്ന് പറയുന്നത് ഇവിടെ പൈസ കൊടുത്ത് സ്വാധീനിച്ച് മേയർ സ്ഥാനം എടുത്തു എന്ന് പറയുന്ന ആരോപണമായതുകൊണ്ടായിരിക്കാം നടപടി. ദീപ്തി മേരി ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടായിരിക്കില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പ്രതികരണം മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വാക്കുകളായിരുന്നു എന്ന് ബോധപൂർവ്വം മനസ്സിലാക്കിയാണോ അങ്ങനെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാം. അവർ പക്വതയോടുകൂടി അത് കൈകാര്യം ചെയ്തെങ്കിൽ അത് പ്രതിസന്ധി ആവില്ല. അവരെന്നെ വിളിച്ചു, ലാലി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ലാലി ഒന്ന് DCC ഓഫീസ് വരെ വന്നേ, എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സാക്ഷിയോ ഇല്ലെങ്കിൽ അവരുടെ മനസ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചോളാൻ. അപ്പോൾ നാളുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇല്ലാതിരിക്കാൻ ഒരു പക്ഷേ ഈ രാത്രിയുടെ മറവിൽ, ഇങ്ങനെയല്ലല്ലോ ഒരു സസ്പെൻഡ് ചെയ്യേണ്ട ഒരാളെ രാത്രിയുടെ മറവിലാണോ ചെയ്യുക? ആദ്യം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് തരും, എന്താണ് ഇങ്ങനെ പ്രതികരിച്ചതെന്ന് ചോദിക്കും, ചോദിച്ചതിന് ശേഷം അതിൽ ശരിയോ തെറ്റോ പരിശോധിക്കും, അതിനുശേഷമല്ലേ സസ്പെൻഡ് ചെയ്യുക. അതല്ലേ സാമാന്യ ഒരു മര്യാദ. ഇപ്പം നമ്മളുടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരാൾക്ക് ആരെങ്കിലും ഒരു നോട്ടീസ് കൊടുക്കുമോ? നമ്മളത് അന്വേഷിക്കണം. ഞാൻ പറഞ്ഞ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് DCC പ്രസിഡൻ്റാണ്. DCC പ്രസിഡൻറ്റും അതിൻ്റെ ഒരു ഇനിയിപ്പോൾ ഞാനൊരു വാക്കുകൾ കൂടുതൽ പറഞ്ഞാൽ അത് വീണ്ടും നാളുകളിൽ മറുപടി ചോദ്യമായിട്ട് വരും. അതായത് അതിലാരൊക്കെ ഭാഗവാക്കായോ അവരെല്ലാം ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഈ നോട്ടീസ് തന്നിട്ടുണ്ട്. ലാലി ജെയിംസ് എന്ന രാഷ്ട്രീയ നേതാവിനെ പൊതുപ്രവർത്തകരെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇതിനു പിന്നിലുണ്ടെന്ന് കരുതുന്നു. എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കാരണം ഈ മേയർ കസേരയിലേക്ക് ഞാൻ വന്നാൽ തന്നെ അവിടെ ആർക്കും എന്നെ പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല എന്നുള്ളത് എൻ്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ പാർട്ടിയോടാണ്. പക്ഷേ എന്നെപ്പോലെ ഒരാൾ ആ കസേരയിലേക്ക് വന്നാൽ അവിടെ ട്യൂഷൻ മാസ്റ്റേഴ്സിന് അവിടെ അവസരം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ബോധപൂർവം ഞാൻ ഒരിക്കലും അവിടെ വരാതിരിക്കാൻ ശ്രമിച്ചവർ പലരും ഉണ്ടായിരിക്കും. ഇപ്പോൾ നിജി ആകുമ്പോൾ ആൾ ഒരു ഡോക്ടറാണ്, പിന്നെ ഒരു ഹൈ പൊസിഷനിൽ പിന്നെ ഒരു പ്രൊഫഷണലാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഭരണകാര്യങ്ങളും തൃശ്ശൂർ കോർപ്പറേഷൻ പോലുള്ള സ്ഥലത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആളുകൾ വേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാർ പുറത്തു നിൽപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു അവസരത്തിന് വേണ്ടി ഈ ഒരു ലാലി ജെയിംസ് വന്നാൽ ഞങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെ കണക്കാക്കിക്കൊണ്ട് തന്നെ അതിലേ ഒന്ന് മാറ്റിവിടാനായിട്ട് ആഗ്രഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ CPM ആണെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. ഇത് കോഴ ആരോപണം എന്നുള്ള നിലയിൽ വന്ന സംഗതി അത് വിജിലൻസിന് പരാതി പോയിരിക്കുന്നു, അന്വേഷിക്കാൻ അല്ല. ഏതൊരു ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകൾ, അതായത് മറുവശത്തു നിന്ന പാർട്ടിക്കാർ അതെടുത്ത് പിന്നെ പരിശോധനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ പോകും. അത് ഇപ്പുറത്തായാലും അപ്പുറത്തായാലും എല്ലാവരിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ പാർട്ടി തലത്തിൽ ഞാൻ പറഞ്ഞ ആരോപണത്തിന് കഴമ്പില്ല എങ്കിൽ ആരും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ആ തെളിവുകൾ ഞാൻ ഒരു സ്ഥലത്തും എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ കേട്ടു, അതിലെനിക്ക് വേദനയുണ്ട്. ആ സംഭവം ശരിയാണെങ്കിൽ എന്നോട് ചെയ്യുന്നത് അനീതിയാണ്.